സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫ്ലാറ്റിൻ്റെ സെക്കൻഡ് മോഡ്യൂളാണ്. സോ ഫ്ലാറ്റിൻ്റെ സെക്കൻഡ് മോഡ്യൂളിൽ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിൻ്റെ, അതായത് റെഗുലർ ലാംഗ്വേജിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനെയാണ് റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ എക്സ്പ്രഷൻസിലാണ് അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് സ്ട്രിങ്സ് കാണും, ഇപ്പം എ ബി ബി എ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ കുറച്ചുകൂടി ചുരുങ്ങി ഒരൊറ്റ എക്സ്പ്രഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെഗുലർ എക്സ്പ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റെഗുലർ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതാണ്. റെഗുലർ എക്സ്പ്രഷനിൽ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഓപ്പറേഷനാണ്. യൂണിയൻ ഓപ്പറേഷൻ നമുക്ക് യൂഷ്വലി യു വെച്ചിട്ടാവാം, പ്ലസ് വെച്ചിട്ടാവാം, ഒരു ബാർ വെച്ചിട്ടാവാം, ചിലപ്പോൾ കോമ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ലാംഗ്വേജ് L1 എടുക്കാം, അതിനകത്ത് എപ്സിലോൺ ആണുള്ളത്. ഒരു ലാംഗ്വേജ് L2ൽ A ആണുള്ളത്. ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പം A യൂണിയൻ B എന്ന് പറയുമ്പോഴത്തേനും വാട്ട് വിൽ കം ഇസ് A, B. അപ്പം ഇതിനെ നമുക്ക് റെഗുലർ എക്സ്പ്രഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ യൂണിയനാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൺകാറ്റിനേഷനാണ്. കൺകാറ്റിനേഷൻ എന്ന് പറയുമ്പം കൂട്ടിച്ചേർക്കൽ, അതായത് എയും ബിയും ഇതിനെ ഡോട്ടിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യുമ്പം ഒരുമിച്ച്, അതിനാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലീൻ ക്ലോഷർ. ക്ലീൻ ക്ലോഷർ നിങ്ങൾക്കറിയാം, ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നൾ മുതൽ ലെങ്ത് ഉള്ള സ്ട്രിങ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത്. ഇഫ് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കാണ് A, B സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കാണ്. അതായത് ഇപ്പം എനിക്ക് എയുടെയും ബിയുടെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കൊടുത്തേക്കുവാണ്, മറ്റേത് രീതിക്കല്ല, ഇങ്ങനെ കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു A, Bനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? യൂണിയൻ സിമ്പിൾ യൂസ് ചെയ്ത് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലേ? ആ ഒരു യൂണിയൻ സിമ്പിൾ ചെയ്ത് വരുമ്പോഴത്തേനും വി ക്യാൻ റൈറ്റ് ദിസ് തിങ് ആസ് A പ്ലസ് ബി. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. A, B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് യൂണിയൻ ഫങ്ഷൻ. അതിനെ നമുക്ക് പ്ലസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, എയുടെയും ബിയുടെയും വേരിയസ് കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ A ഓർ B, എയുടെയും ബിയുടെയും വേരിയസ് കോമ്പിനേഷനും A ആൻഡ് B, ഈ രണ്ട് കോമ്പിനേഷനും കൂടെ ചേരുന്ന എല്ലാ പോസിബിലിറ്റീസും കൂടെയാണ് നമ്മൾ സ്റ്റാർ വരുമ്പോഴത്തേനും ക്ലീൻ ക്ലോഷർ വരുമ്പോഴത്തേനും നമ്മൾ എടുക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. പോസിറ്റീവ് ക്ലോഷർ എന്ന് പറയുമ്പോഴത്തേനും നൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ട്രിങ്സും. ഓക്കെ, അതാണ് പോസിറ്റീവ് ക്ലോഷറിൽ വരുന്നത്. നമ്മൾ പറഞ്ഞ 4 ഓപ്പറേഷൻസാണ് റെഗുലർ എക്സ്പ്രഷനിലുള്ളത്. ഫസ്റ്റ് വൺ ഇസ് യൂണിയൻ, സെക്കൻഡ് വൺ ഇസ് കൺകാറ്റിനേഷൻ, തേർഡ് വൺ ഇസ് ക്ലീൻ ക്ലോഷർ ആൻഡ് ദി ഫോർത്ത് വൺ ഇസ് പോസിറ്റീവ് ക്ലോഷർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഗുലർ സെറ്റാണ്. റെഗുലർ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റിനെ റെഗുലർ എക്സ്പ്രഷൻ്റെ ടേംസിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ 4 എണ്ണത്തിൻ്റെ കുറച്ചുകൂടി ഒരു വൃത്തിക്കുള്ള ഒരു റെപ്രസെൻറ്റേഷൻ. ഇപ്പം നമുക്കൊരു സെറ്റിൽ A എന്ന് മാത്രം കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് റെഗുലർ എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് A. ഇപ്പം എനിക്ക് എൻ്റെ സെറ്റിൽ AB എന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ AB ആയിട്ട് തന്നെ എനിക്ക് റെഗുലർ എക്സ്പ്രഷൻ എഴുതാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A, B എന്നാണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ എഴുതുമ്പോഴത്തേനും ഈ ഒരു പ്ലസ്സിനെ ഈ ഒരു കോമനെ നമ്മൾ പ്ലസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ നൾ B, B ഇങ്ങനെ പറഞ്ഞ് ബിയുടെ ഫ്രം 0 ടു ഡിഫറെൻറ്റ് ലെങ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് സ്റ്റാർ ആണല്ലോ, കാരണം 0 ടു ഡിഫറെൻറ്റ് ലെങ്ത് കൊടുക്കുമ്പോൾ സ്റ്റാറാണ്. അത് കഴിഞ്ഞിട്ട് അകത്തെ കണ്ടൻറ്റ് നോക്കിയേ, B മാത്രമാണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതും. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോഴോ നൾ ഇവിടെ കാണത്തില്ല.
ഇപ്പം എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എന്ന് പറയുമ്പം എയുടെയും ബിയുടെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഈ ഒരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഒരു സെറ്റ് എഴുതുന്നത്, ആ സെറ്റിൽ നിന്നും എങ്ങനെയാണ് റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത്, ഏതൊക്കെയാണ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് റൈറ്റ് എ റെഗുലർ എക്സ്പ്രഷൻ ഫോർ ദി ലാംഗ്വേജ് അക്സെപ്റ്റിംഗ് ഓൾ ദി കോമ്പിനേഷൻസ് ഓഫ് എസ് ഓവർ ദ സെറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു എ. അത് നമ്മുടെ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എ മാത്രമാണ്. ആദ്യം ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റൈറ്റ് എ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യുക. രണ്ടാമത്തത് ഓപ്പറേഷൻസ് വെച്ച് നമ്മൾ റിലേറ്റ് ചെയ്യുക. അതായത് പ്ലസ് വേണോ അതോ എന്നാ സ്റ്റാർ ഇടണോ, ഓവറോൾ പ്ലസ് ഓവറോൾ ഇടണോ, ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, റിസൾട്ട് ഡ്രോ ചെയ്യുക. ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് എസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് എനിക്കിപ്പം എ ഇല്ലയെന്നുണ്ടെങ്കിലും ഒരു എ ആണെങ്കിലും 2 എ ആണെങ്കിലും 3 എ ആണെങ്കിലും എക്സെട്ര അത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. ഇതെന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സ്റ്റാർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്ലീൻ ക്ലോഷർ ഫംഗ്ഷനാണ്. ആരുടെ ക്ലീൻ ക്ലോഷറാണ്? എ മാത്രമാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? സോ എയുടെ ക്ലീൻ ക്ലോഷറാണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ റെഗുലർ എക്സ്പ്രഷൻ. Write a regular expression for the language accepting strings that സ്റ്റാർട്ട്സ് വിത്ത് 1 ആൻഡ് എൻഡ് വിത്ത് 0. അതായത് എൻ്റെ ഇവിടെ 1 വെച്ചായിരിക്കും എൻ്റെ ലാംഗ്വേജ് നമുക്ക് എഴുതാം. 1 വെച്ചായിരിക്കും തുടങ്ങുക, 0 വെച്ചായിരിക്കും തീരുക. അപ്പോൾ എനിക്ക് നൾ കണ്ടീഷനുണ്ട്, അതായത് അകത്തിടയിലൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനുണ്ട്. 1 തുടങ്ങി എനിക്ക് 0 വന്ന് 0 അവസാനം വരാം. 1 തുടങ്ങി എനിക്കിപ്പം 1 വന്ന് 0 അവസാനം വരാം. 1 0 0 0 വരാം. 1 0 0 0 1 0 വരെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളുടെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് 1 എൻഡ് വിത്ത് 0 അല്ലേ? എല്ലായിടത്തും സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് എൻഡ് വിത്ത് 0. സോ നമ്മുടെ റെഗുലർ, അപ്പോൾ ആദ്യമേ നമ്മളുടെ സ്റ്റെപ്പ് എന്താ? ഡിഫൈൻ ദ ലാംഗ്വേജ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത നമ്മളുടെ എക്സ്പ്രഷൻ, റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പോഴത്തേനും സ്റ്റാർട്ട് വിത്ത് 1 ആൻഡ് എൻഡ് വിത്ത് 0 അല്ലേ? അതങ്ങനെ തന്നെ നിൽക്കണം. ഇനി നടുവിൽ എന്തൊക്കെ വരാം? നടുവിൽ ഏത് 1ൻ്റെയും 0ൻ്റെയും എന്തൊക്കെ കോമ്പിനേഷനും വരാം. ഓക്കെ, അതായത് ദിസ് ഇസ് നത്തിങ് ബട്ട് എന്താണിത്? 0,1ൻ്റെ എന്ത് കോമ്പിനേഷൻ വേണം വരാം. അതായത് 0 വരാം, 1 വരാം, 0 0 വരാം, 0 1 വരാം, 1 0 വരാം, അങ്ങനെ എത്ര ലെങ്ത്ത് വേണോ പോവാം. ഇവിടെ നമുക്ക് നള്ളും വരാം. ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ നമ്മൾ നള്ളാണ് ഇട്ടേക്കുന്നത്. സോ ദിസ് ഇസ് 0 + 1 ദ ഹോൾ സ്റ്റാർ. നിങ്ങൾക്കിത് എങ്ങനെയാണിത് വന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു നോക്കിയേ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 1, ഇറ്റ് എൻഡ്സ് വിത്ത് 0 ആൻഡ് ഇതിൻ്റെ ഇടയിൽ വാട്ട്സ് എവർ ദ കോമ്പിനേഷൻ ഓഫ് 0s ആൻഡ് 1s ഇറ്റ് കംസ് ഇറ്റ് ക്യാൻ ടേക്ക്. അപ്പോൾ നള്ളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 0 വരുവാണെങ്കിൽ അങ്ങനെ, 1 വരുവാണെങ്കിൽ അങ്ങനെ. അങ്ങനെയാണ് നമ്മൾ ഒരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത്.